ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടമ്മമാരുടെ തലവേദനയാണല്ലേ ഫ്രിഡ്ജ് ക്ലീനിങ്. മണിക്കൂറോളം പോവല്ലേ മാസത്തെ ഒരിക്കലുള്ള ആ ഒരു ഡീപ്പ് ക്ലീനിങ്. മാസത്തെ ഒരിക്കലാണെങ്കിൽ നമ്മൾ എത്രമാത്രം സമയമാണ് വേസ്റ്റായി പോകണമെന്നുള്ളത് നമുക്കറിയാം അല്ലേ. പക്ഷേ ഇനി നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട. ഈ ഡീപ്പ് ക്ലീനിങ് എന്നൊരു സംഭവം തന്നെ നമുക്ക് മറക്കാം. ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിനോട് ചിലവാക്കാൻ പറ്റിയ നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീനും ഫ്രഷും ആയിട്ടിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകഭാഗം ഒന്ന് കാണാം. ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് എൻ്റെ ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കി വെച്ചിട്ട്. മാവിൻ്റെ പൊടിയാണ് കേട്ടോ കിടക്കുന്നത്. പഴയ മാവൊക്കെ വേസ്റ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ ഫ്രിഡ്ജിലിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്നൊരു പൊടിയാണേ. വലിയ അഴുക്കൊന്നുമില്ല. പിന്നെ നമ്മൾ മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് കൈകാര്യം ചെയ്യുന്നതല്ലേ, പിള്ളേരും ഇതേപോലെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ എടുത്തിടിയും കാര്യങ്ങളൊക്കെ മാറിയും തിരിഞ്ഞും കിടക്കുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഫ്രിഡ്ജിൽ ചീത്തയാകും അല്ലേ. പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ഫ്രിഡ്ജിനോട് ചിലവാക്കാൻ പറ്റി നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീനായിട്ടിരിക്കും. പിന്നെ ഫ്രീസറിലും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ചെളിയുണ്ട്. ഈ ഒരുപാട് മീൻ കിട്ടുന്ന സമയത്താണ് ഈ പുറത്ത് വെക്കേണ്ടി വരുന്നത് ഫ്രിഡ്ജിൻ്റെ. അപ്പോൾ അല്ലെങ്കിൽ പാത്രത്തിൽ ഒതുങ്ങി നിൽക്കും. എന്നാലും വലിയ രീതിയിൽ ചെളിയൊന്നുമില്ലല്ലേ. അപ്പോൾ ഞാൻ ഈ ചെളിയൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷനായിട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം കുറച്ച് എടുക്കുന്നു. 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുറുക്ക എന്നൊക്കെ പറയും. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂണോളം നാരങ്ങാനീരാണ്. നാരങ്ങാനീര് നല്ലതുപോലെ അരിച്ചിട്ട് അതിൻ്റെ അല്ലികളൊന്നും ഇല്ലാത്ത രീതിയിൽ വെറും നീര് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളെ ഫ്രിഡ്ജിലോട്ട് ഓരോ തട്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നമ്മളെ ഫ്രിഡ്ജ് നല്ല ക്ലീനായി പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം എല്ലാവരും ഈ മാസത്തെ ഡീപ്പ് ക്ലീനൊക്കെ കഴിഞ്ഞ് കാണുമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ അത്യാവശ്യം അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ രീതിയിൽ ആഴ്ചതോറും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ ഓരോന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തിരിച്ച് അടുക്കി വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം വിശദമായിട്ട് കാണിച്ച് തന്നെ വയ്ക്കാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കില്ല പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളയാം. ഈ പൊടി തുടയ്ക്കുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രിഡ്ജിൽ അതിൽ കിടന്ന എല്ലാ ചെളിയും പോവും. അപ്പോൾ ഈ ഞാനൊരു ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുന്നു കേട്ടോ ഇത് തൂത്ത് കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു ലിക്വിഡ് ഇതിലോട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് കണ്ടോ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ആ ബോക്സിൽ കുറച്ച് ചെളിയുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസൊക്കെ എല്ലാ ഡപ്പയിലും തികഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് കവറിലാക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പിടിപ്പും ഇതുകൊണ്ട് ഒരുമിച്ച് നടക്കൂല കേട്ടോ. അപ്പോൾ തുടപ്പും കൂടെ ഇതൊന്ന് ഇളക്കി ഞാൻ നമ്മുടെ വാഷ് ബേസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് തുടച്ച് കാണിക്കാം. ഇതാണ്ടോ ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അതിൻ്റെ ഉരപ്പോ വെള്ളം നനവോ അങ്ങനെയൊന്നും വേണ്ട. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് നനയ്ക്കുവാണെങ്കിൽ നമ്മൾ അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ മറന്നു, നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടും. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം. ഫുൾ ഭാഗം കൂടി ഞാൻ ഇതൊട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. ആ നാരങ്ങയുടെ നീരൊക്കെ കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ തുടയ്ക്കുമ്പോഴത്തേ നല്ല ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ. പിന്നെ വിനിഗർ കൊണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പൂപ്പലോ അങ്ങനെ ഓരോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ ഡോറിൻ്റെ ഈ വശത്തിങ്ങനെ അഴുക്ക് പിടിച്ചിരുന്ന് ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പേസ്റ്റും കൂടെ പുരട്ടിയിട്ട് അത് വെച്ച് ഉരച്ച് കഴിയുകയാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി കിട്ടും. ഡോറിലും വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം ക്ലീനാക്കി എടുക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ല നമ്മൾ പെട്ടിയുടെ ആ ഒരു ഭാഗത്ത് കുറച്ച് അഴുക്കുണ്ടെങ്കിലും അതും തുടച്ചാൽ തന്നെ പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ ആ ഒരു അഴുക്കും. ഇതാണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം.
ഇത് സാധാരണയായിട്ട് ഇത് വലിച്ചിളക്കാറൊന്നുമില്ല. ഇതേപോലെ സാധനങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫ്രീസറാണ് കേട്ടോ. ഫ്രീസറും സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ഐസിൻ്റെ അതൊക്കെ മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രഷ് ഇട്ടൊന്ന് പിടിച്ചതിന് ശേഷം അത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ താഴത്തെ ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം മേലെ തുടയ്ക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ സെയിം തുണി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം അത് കഴുകി ഇട്ടാൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് ഉപയോഗിക്കാം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് മണിക്കൂറോളം ചിലവാക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജ് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ആഴ്ചയിൽ നമ്മളൊരു തിങ്കളാഴ്ചയാണെങ്കിൽ പിള്ളേരൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ജോലിക്ക് പെട്ടെന്ന് നടക്കും. നമുക്ക് ഇതിലോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കാം. ഞാൻ ഓരോ ബോക്സിലും ഓരോ വെജിറ്റബിൾസ് വെച്ചാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് എണ്ണവും അതും അനുസരിച്ചായിരിക്കും വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പയറും അതേപോലെ വെണ്ടയൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ചിലപ്പോൾ പല സ്ഥലത്തും അഴുകിയിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് മുറിച്ച് കളഞ്ഞിട്ടുമൊക്കെ വയ്ക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മറ്റേ കൂടെ ഉള്ളത് കൂടി അഴുകിപ്പോകും കേട്ടോ. ഇത് ഞാൻ അരി ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇത് കുറച്ച് അവസാനമായിട്ട് ഇരുന്ന അമരപ്പയറാണ്. പിന്നെ ഡോറിലായിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ കുപ്പികളിലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന മൈദമാവും അതേപോലെ തന്നെ തൈര്, കോൺഫ്ലവർ അങ്ങനെ കുറച്ച് പൊടി ഐറ്റംസൊക്കെ ഇതേപോലെ കുപ്പിയിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചുക്കുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊരു കുപ്പിയിലാക്കി വെച്ചു. ഈ പൊടിയൊക്കെ നമ്മൾ കവറിൽ നിന്ന് മാറ്റി ഇങ്ങനെ കുപ്പിയിലാക്കുമ്പോഴത്തേക്കും പടർന്നിങ്ങനെ അവിടെ മൊത്തം വീഴില്ല. ഇത് നിന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള കറിവേപ്പിലയാണ് കേട്ടോ. അത് ഞാൻ നമ്മളെ കഴുകുന്ന സോപ്പ് കിട്ടുന്ന ആ ഒരു ബോക്സിലാണ് വച്ചേക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ സൗകര്യമാണ്. കൊച്ചു ബോക്സ് ആകുമ്പോൾ ഈ കറിവേപ്പില ബാക്കി വന്ന വെളുത്തുള്ളി അതൊക്കെ ഇതിലോട്ടിട്ട് വയ്ക്കാം. വേണ്ടോ ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അതൊക്കെ ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ വാരി വിരുത്ത പോലെ കിടക്കുകയില്ല. അപ്പോൾ 1-2 ബോക്സ് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഐസ്ക്രീമും അതും ഇതൊക്കെ മേടിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ ബോക്സ് നമ്മൾ വെറുതെ കളയണ്ട. നമുക്കിങ്ങനെ ഇത് യൂസ് ആക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ബോക്സൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ബാക്കി വന്നത് ഞാൻ ഇതേപോലെ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ കവറിലാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഫ്രീസറും ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡോറിൻ്റെ ഭാഗത്ത് ഇതേപോലെ തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാതി ജോലി തീർന്നെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഇതിൽ വെച്ചിന് പിടിച്ച് അങ്ങോട്ടും തുറക്കും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളെ കയ്യിലുള്ള അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഫ്രിഡ്ജിൽ തന്നെ പറ്റും അല്ലേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ആ തുണിയിൽ തന്നെ നമുക്ക് പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും തുണിയിൽ തന്നെ എല്ലാം അങ്ങ് ആയിരിക്കും. ഇനി തുണി എടുത്ത് കഴുകേണ്ട പാടല്ലേ ഉള്ളൂ. ഞാൻ ആ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ എൻ്റെ ഒരു പഴയ നൈറ്റി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും പൊടിയും പൊട്ടൊന്നും അതിൻ്റെ മേളിൽ വീഴുകയില്ല, വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്തു നോക്കുക. വളരെ ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കിട്ടാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.